Welcome to General Aptitude class number 15, lesson number 7, percentage. And this is for csir-jrf-net examinations for all the 5 streams. Today's class is percentage, lesson number 7, General Aptitude. So at first we can see the formula relating percentage calculation. There are different formulae, number of formulae, but you now study only 2 types. That is enough to do almost all problems. How to calculate a percentage of a number? How to calculate the percentage of a number? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് കാണുക. ഇപ്പോൾ ഒരു സംഖ്യയുടെ പെർസെൻറ്റ് ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റ് ആണെന്ന് വെച്ചാൽ 100%, 100 ഗുണിച്ചാൽ ഏത് സംഖ്യയും പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ അത് 100%, ഹാഫ് എന്ന് പറഞ്ഞാൽ അത് 50%, ഹാഫ് ഇൻറ്റു 100 50% ആണ്, 0.25 അത് 25% ആണ്. ഏത് സംഖ്യയും പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുക, അതാണ് പ്രോസസ്സ്. 100 പറയുന്ന രീതിയാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പെർസെൻറ്റേജ് തന്നാൽ തിരിച്ച് സംഖ്യയാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 50 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ആ സെൻസിലാണ് പെർസെൻറ്റേജിനെ കാണേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? യൂസ് ദ പെർസെൻറ്റേജ് ഫോർമുല P% ഇൻറ്റു എക്സ്. P% ഇൻറ്റു സ്റ്റാർ യു റീഡ് ആസ് ഇൻറ്റു P% ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു വൈ. P% ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നൊരു ഫോർമുല ഉണ്ട്. ഫോർമുല എക്സാമ്പിൾ, വാട്ട് ഈസ് 10% ഓഫ് 150? അതാണ് ചോദ്യം. 10% 150 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ 10% 150 അത് വൈ ആണെങ്കിൽ കാണുന്നത് എങ്ങനെ നോക്കി, ആ 10 എന്ന് പറഞ്ഞാൽ 10/100 ആണ്. അത് 0.1 ആണ്. 0.1 ഇൻറ്റു 150 നമുക്ക് കിട്ടുന്നത് 15 എന്ന് കിട്ടും. 15. അപ്പോൾ 10% 150 ഈസ് 15. അപ്പോൾ അത് കാണുന്നതൊന്ന് വിശദമായിട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്. കൺവേർട്ട് ദ പ്രോബ്ലം to an equation using percentage formula P% into x is equal to y. P is 10%, x is 150, so the equation is 10% into 150 equal to y. Convert 10% into decimal by removing the percentage sign and dividing it by 100. That is 10/100, it is equal to 0.10. Substitute 0.10 for 10% in the equation. 10% star 150 is equal to y becomes 0.1 into 150 equal to y. Do the mathematics. 0.10 into 150, 15. That is y is 15. So 10% of 150 is 15. Double check your answer with the original question. What is 10% 150? Multiply 0.10 into 150 is 50. അപ്പോൾ ഇത്രയൊന്നും എഴുതി വിശദീകരിക്കേണ്ട. അപ്പോൾ നമ്മളൊരു ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. 10% 10% 150 എന്നാണ് ചോദ്യം. അപ്പോൾ ഓഫിനെ നമ്മൾ ഇൻറ്റു ആക്കണം. ആ പെർസെൻറ്റേജ് നമ്മൾ സംഖ്യയാക്കണം, 10/100 എന്നാക്കണം. അപ്പോൾ 0.1 150 അത്രയേ ഉള്ളൂ. അപ്പോൾ 10% 150 എന്ന് പറഞ്ഞ അർത്ഥം 10% 10/100 ഓഫ് എന്നുള്ള ഇൻറ്റു. അപ്പോൾ 10/100 ഇൻറ്റു 150 എന്നുള്ള മീനിങ് ആണ് ഈ പെർസെൻറ്റേജ് കാണുന്ന ഫോർമുലയുടെ അർത്ഥം. ഇനി ഒരു ഫോർമുല കൂടി നമുക്ക് ഇതുപോലെ ഇവിടെ പറയാവുന്നത്. വേറെ ഫോർമുലയൊക്കെ ഉണ്ട്, എല്ലാം ഇതിൻ്റെ ആവശ്യമില്ല. ഹൗ ടു ഫൈൻഡ് 1% ഓഫ് എക്സ് ഇസ് വൈ. വൈയുടെ എത്ര ശതമാനമാണ് എക്സ്, വൈയുടെ എത്ര പെർസെൻ്റാണ് എക്സ് എന്ന് കാണുന്നൊരു ഫോർമുലയാണ്. Use the percentage formula y by x is P%. y by x is P%. അങ്ങനെ ഫോർമുല ഉണ്ട്. ഇപ്പോൾ y എന്നുള്ളത് എക്സിൻ്റെ എത്ര പെർസെൻ്റ് എന്നാണ്. y എന്നുള്ളത് എക്സിൻ്റെ എത്ര പെർസെൻറ്റ്. അപ്പോൾ എക്സ് താഴെ ഇട്ട് y ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ P എന്ന് കിട്ടും. അത് കിട്ടുന്നത് ഡെസിമലായിരിക്കും. അതിന് 100 കൊണ്ട് ഗുണിച്ച് പെർസെൻറ്റേജ് ആക്കണം. എക്സിൻ്റെ എത്ര പെർസെൻ്റാണ് y. അപ്പോൾ നമ്മൾ എക്സ് താഴെ കൊണ്ടുവരേണ്ടത്. y by x is equal to P%. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയെ 100 കൊണ്ട് ഗുണിച്ച് പെർസെൻറ്റേജ് പറയണം.
Example, what percent of 60 is 12? 60 is 12. അപ്പോൾ നമുക്ക് 60 is 12. അപ്പോൾ 12 മുകളിൽ വരണം, 60 താഴെ വരണം, ഇൻറ്റു 100 അങ്ങനെ എടുക്കണം. 12 മുകളിൽ 60 താഴെ ഇൻറ്റു 100 ആണ്. അപ്പോൾ അത് 1/5 ഇൻറ്റു 100 20% എന്ന് വരും. 20% നോക്കാം നമുക്ക് എത്രയാണ്. Convert the problem to an equation using the percentage formula. Y by x is p%. X is 60, y is 12, so the equation is 12 by 60 p%. Do the mathematics. 12 by 60, that is equal to 0.2. Convert 0.2 into percentage by multiplying it by 100. The result will be always in decimal form, not a percentage form. You need to multiply the result by 100 to get the percentage. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ y by x എടുക്കുമ്പോൾ എപ്പോഴും കിട്ടുന്നത് ഒരു ഡെസിമൽ സംഖ്യയായിട്ടാണ്. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് പറഞ്ഞത്. കൺവേർട്ടിംഗ് 0.20 to a percent, 0.20 into 100 we get 20%. So 20% of 60 is 12. Double check your answer with the original question. What percent of 60 is 12? 12 by 60 is equal to 0.2 and multiplying it by 100 to get a percentage. 0.2 into 100 is 20%. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജിനെ സംഖ്യയാക്കണം. അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്നതിനെ വിളിച്ചു കഴിഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള ഭാഗം കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഈ ഫോർമുല നമ്മൾ കുറച്ച് ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. 1.14 is expressed as percent of 1.9 is. അപ്പോൾ 1.9ൻ്റെ എത്ര പെർസെൻ്റ് ആണ് 1.14? 1.9ൻ്റെ എത്ര പെർസെൻ്റ് ആണ് 1.14 എന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയ 6%, എ എന്നുള്ള ചോയ്സ് A is 6%, B is 10%, C is 60% and D is 90%. 1.14 is expressed as percent of 1.9 is 6%, 10%, 60%, 90%. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമ്മളതിനെ പെർസെൻറ്റേജ് ആക്കി നോക്കണം. 1.14 1.9 എത്ര പെർസെൻറ്റ് എന്നാണ്? അപ്പോൾ നോക്കിയേ, 1.9 താഴെ വരണം, 1.14 മുകളിൽ വരണം. അത് നമുക്ക് കിട്ടുന്ന ഡെസിമലായിരിക്കും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 114/1.9 എന്ന് കിട്ടും. അല്ലെങ്കിൽ 11.4 അല്ലെങ്കിൽ 114/1.9 1240/19 ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60%. 60%. 1.14/1.9 is 0.6 ആണ്. 0.6 into 100, that is 60%. അപ്പോൾ അതൊരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, അത്രയേ ഉള്ളത്. ഇനി അടുത്തത്, in an examination 80% candidates passed in English and 85% candidates passed in mathematics. If 73% candidates passed in both these subjects, then what percent of candidates failed in both the subjects? That's the question. In an examination, 80% candidates passed in English and 85% candidates passed in mathematics. If 73% candidates passed in both these subjects, then what percent of candidates failed in both these subjects? അപ്പോൾ ഒരു പരീക്ഷയിൽ 80% കുട്ടികൾ ഇംഗ്ലീഷ് ജയിക്കും, 85% കുട്ടികൾ മാത്തമാറ്റിക്സ് ജയിക്കും, 73% കുട്ടികൾ രണ്ടിന് ജയിക്കും. എങ്കിൽ ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റവർ എത്ര ചോദ്യം. അപ്പോൾ ഈ 73% രണ്ടിന് ജയിച്ചതെങ്കിൽ ബാക്കി നമുക്ക് വരുന്ന ആ 27 ആയാലും ഉത്തരമായിരിക്കത്തില്ലോ, കാരണം ഒരു വിഷയത്തിൽ തോറ്റവരുണ്ട്. അപ്പോൾ രണ്ടിനും തോറ്റവർ, ഒരു വിഷയത്തിൽ ജയിച്ചവരുണ്ടല്ലോ. അപ്പോൾ രണ്ടിനും തോറ്റവർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
What percent of candidates failed for both the subjects? അതാണ് ചോദ്യം. Eight students, 8%, 15%, 27%, 35%. നമുക്ക് ചെയ്ത് നോക്കാം. ഉത്തരം എ ആണ്, ഓപ്ഷൻ എ ആണ് പിന്നെ ആൻസർ. അതായത് 2 വിഷയങ്ങൾ തോറ്റ് 80% ആൾക്കാർ തോറ്റ കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ 80 അല്ലെങ്കിൽ 85 അല്ലെങ്കിൽ 73 എന്നതിൽ നിന്ന് നമുക്ക് തോറ്റവർ 80%, 2 വിഷയത്തിനും തോറ്റവർ 80% നേരിട്ട് കാണുന്ന മാർഗ്ഗമില്ല. അപ്പോൾ അതിനൊരു കാൽക്കുലേഷൻ കൂടി തരും. ആ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. Students passed in English 80%. Students passed in mathematics 85%. Students passed in both subjects 73%. So number of students passed in at least one subject. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പാസ്സായവർ എത്ര? 80 + 85 അത് ഇംഗ്ലീഷ് പാസ്സായവരും പിന്നെ കണക്കിന് പാസ്സായവരും പ്രത്യേകം കൂട്ടിയാണ്. -73 2 വിഷയത്തിന് പാസ്സായവർ. അപ്പോൾ then number of students passed in at least one subject 80 + 85 - 73 അത്രയും വരും. കാരണം ഇംഗ്ലീഷിന് പാസ്സായവർ 80 ഉണ്ടല്ലോ, 80%. മാത്തമാറ്റിക്സിൽ 85, ഒരു വിഷയത്തിന് പാസ്സായവരാണ്. 2നും പാസ്സായവർ 73 ഉണ്ട്. അപ്പോൾ then number of students passed in at least one subject. ഇപ്പോൾ ഇംഗ്ലീഷിനോ കണക്കിനോ പാസ്സായവർ, ഏതെങ്കിലും ഒരു വിഷയത്തിന് പാസ്സായവരുടെ എണ്ണം അത് 80 + 85 - 73 ആണ്. അങ്ങനെയാണ് കൂട്ടേണ്ടത്. അപ്പോൾ കിട്ടുന്ന ഉത്തരം നമുക്കത് കിട്ടുന്നത് 92% ആണ്. അപ്പോൾ 92% ആൾക്കാർ ഏതെങ്കിലും ഒരു വിഷയത്തിന് പാസ്സായി കാണും. The percentage of students passed in English and mathematics individually have already included in the percentage of students passed in both subjects. അപ്പോൾ 2 വിഷയത്തിനും പാസ്സായവരുടെ എണ്ണം ആ 70 വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് കുറക്കുന്നത്. So we are subtracting percentage of students who have passed in both subjects to find out percentage of students at least passed in one subject. That's the meaning. നമ്മൾ എന്തുകൊണ്ട് ആ 80 and 85 കൂട്ടി 73 കുറച്ചു, അതിന് കാരണം പറയാണ്. The percentage of students passed in English and mathematics individually have already included in the percentage of students passed in both subjects. ഇപ്പോൾ ഓരോ വിഷയത്തിനും പാസ്സായവരെ ഈ 2 വിഷയത്തിലും ഉള്ള ആൾക്കാർ എണ്ണത്തിൽ വന്നിട്ടുണ്ട്, ആ പാസ്സായവരുടെ എണ്ണം. So we are subtracting percentage of students who have passed in both subjects to find out percentage of students at least passed in one subject. The students failed in both subjects. അപ്പോൾ 2 വിഷയം തോറ്റവർ എത്ര പേര് വരും? That is 100 - 92. That is 8%. That is the answer. 8 is the answer. Next is a very simple question. Half percent is written as a decimal is. പരശതമാനം ഒരു ഡെസിമലായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? 0.2, 0.02, 0.005, 0.05. അതെനിക്കറിയാമല്ലോ. ഇപ്പോൾ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്, സംഖ്യയാക്കിയാൽ 100 ഡിവൈഡ് ചെയ്യണം. ആ സംഖ്യയെ പെർസെൻറ്റേജ് ആക്കിയാണ് 100 ഗുണിക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്, നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0.5% അത് 0.5 ആണ്. ആ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 0.005. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഇസ് സി. ലുക്ക് ഹിയർ, ഓപ്ഷൻ ഇസ് സി. അതിൻ്റെ റീസൺ പറയാണ്. പിന്നെ 1% ഈസ് 1/100. ഒരു പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് സംഖ്യ ചിഹ്നം കണ്ട ഓർത്തോണം. ഇറ്റ് ഈസ് 1/100. ഹിയർ ഈസ് 1/2% ഈസ് 1/2 × 1/100. 1/200, 0.005. Next question. If the price of a commodity is increased to 50%, by what fraction must its consumption be reduced so as to keep the same expenditure on its consumption? If the price of a commodity increased
by 50%, by what fraction must the consumption be reduced so as to keep the same expenditure on the consumption? അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രൈസ് 50% കൂടിയിരിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ ഉപഭോഗം എത്ര ശതമാനം കുറച്ചാൽ ചിലവിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ല. അപ്പം ചിലവ് പഴയ രീതിയിൽ തന്നെ ആകണമെങ്കിൽ 50% വില കൂടിയ ഒരു വസ്തുവിന് കൺസംഷൻ നമ്മൾ എത്ര ശതമാനം കുറച്ചാൽ ഈ ചിലവ് വർദ്ധിക്കാതെ നോക്കാം. അതാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഇവിടെ ഫ്രാക്ഷനായിട്ടാണ് പറയുന്നത്. പിന്നെ ദശാംശം നമ്മൾ പെർസെൻറ്റേജ് ആക്കിയിട്ടില്ല, ഫ്രാക്ഷനായിട്ടാണ് പറയുന്നത്. 1/4 ആയിട്ട് കുറക്കണം. 1/3, 1/2, 2/3. അപ്പോൾ 50% വിലവർദ്ധന ഉണ്ടാകുമ്പോൾ നമ്മുടെ കൺസപ്ഷൻ എത്ര ഭാഗമായിട്ട് റെഡ്യൂസ് ചെയ്താൽ ചിലവ് വർദ്ധിക്കാതിരിക്കും, ചിലവിന് മാറ്റമില്ലാതിരിക്കും. അപ്പോൾ അതിന് 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യണം, 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്യണം, 1/2, 2/3 എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. ആൻസർ ഈസ് ബി. ബി ഈസ് 1/3. കൺസംഷൻ മുമ്പ് ഉപയോഗിച്ചതിൻ്റെ 1/3 ആയിട്ട് കുറക്കണം. അല്ല, കാരണം നോക്കിയേ, let the initial price of the commodity be 100. After a 50% increase the price, it will become 100 and 50% increase, that is 150. 150 ആയിട്ട് മാറും പ്രൈസ്. Now we have to reduce the consumption to keep the expenditure 100. ആ 150 നമുക്ക് എക്സ്പെൻഡിച്ചർ നടത്താൻ പറ്റത്തില്ല, അത് 100 മാറ്റണം. അപ്പോൾ 100 മാറ്റാൻ എന്ത് ചെയ്യണം? Increase in price is 150 minus 50, 150. We have to reduce the consumption to 100. Therefore, it's a fraction. 50 by 150 into 100. 50 എന്നുള്ള 100 ആണെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട 50 എത്ര എന്നുള്ളതാണ്. 50 എന്നുള്ള 100 ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യേണ്ട 50 എത്ര എന്നുള്ളതാണ്. അത് 1/3 അല്ലെങ്കിൽ 33.33%. അതാണ് മെത്തേഡ്. അല്ലെങ്കിൽ അത് പിന്നെ അതർ മെത്തേഡ് നമുക്ക് ചെയ്യട്ടെ. ഹിയർ വി യൂസ് ഫൈനൽ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ഗ്രാഫിക് മെത്തേഡ്. 100 is equal 100 50% up. 100 and 50% up is equal to 150. Then 33.3% down is 100. അപ്പോൾ 50% കൂട്ടിയത് പിന്നെ വീണ്ടും നമുക്ക് ചിലവ് കൂടാതിരിക്കാൻ 33.33% കൺസപ്ഷൻ കുറച്ചാൽ മതി. അപ്പോൾ അധികമായിട്ടുള്ള ചിലവ് ഉണ്ടാകത്തില്ല. 1/3 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The population of a town increases every year by 4%. If the present population is 50,000, then after 2 years it will be. The population of a town increases every year by 4%. If its present population is 50,000, then after 2 years it will be. ഒരു ടൗണിലെ പോപ്പുലേഷൻ ജനസാന്ദ്രത ജനബാഹുല്യം 4%, 4% ഓരോ വർഷം കൂടുകയാണ്. ഇപ്പോൾ ജനസംഖ്യ 50,000 ആണ്. എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്രയാണ്? 53,900, 54,000, 54,080, 54,900. അപ്പോൾ ഇത് ശരിക്കും ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല രീതിയിൽ വരുന്നതാണത്. ഓരോ വർഷവും 4% പലിശ കൂടുക. ആ 50,000 റുപ്പീസ് നമ്മൾ 4% നിക്ഷേപിച്ചാൽ 2 വർഷം കൂടി എത്രയാകുമെന്നുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുലയില്ലേ, അത് വെച്ച് ചെയ്യാം, അല്ലാതെ ചെയ്യാം, അത് വെച്ചും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മോഡൽ കണക്ക് കൂട്ടുകയാണ്. ആൻസർ സി ആണ്. ആൻസർ സി എന്ന് പറഞ്ഞാൽ അത് 50,080 എന്നുള്ളതാണ്. 54 അല്ലേ? 54,080 എന്നുള്ള ഉത്തരം. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. We can use the compound interest based formula population after any years. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന ഓർക്കുക, A is equal to P into 1 plus R by 100 raised to N എന്നുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല. ഇത് പഠിച്ചോളണം.
കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളുടെ മറ്റൊരു ടോപ്പിക്കാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിലെ മറ്റൊരു ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദിസ് ഫോർമുല വി റിപ്പീറ്റ് ദർ. Population after 2 years equals 50,000 into 1 plus 4/100, the whole square. That is equal to, that is simplified. 50,000 into 1 plus 0.04 square. 50,000 into 1.04 square. That we get as 54,080. അതൊക്കെ ഓരോ വർഷം കണക്ക് കൂട്ടിയാൽ മതി. ഓരോ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് മോഡലിൽ 2 വർഷം കണക്ക് കൂട്ടിയാൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് മോഡലിൽ 2 വർഷം കണക്ക് കൂട്ടിയാൽ മതി ആൾക്കാരുടെ പെരുപ്പം. വി ക്യാൻ യൂസ് നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഗ്രാഫിക് ആസ് വെൽ. ഓരോന്നായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടി പോവാം. 50,000 4% ഇൻക്രീസ് 52,000. Again 4% increase 52,000 4% increase. That is 54,080. അത്രയേ ഉള്ളൂ. Then population after 2 years is 54,080. In this calculation, we need to find 1% of find 1% of 50,000 first, which is easily calculated by dividing 50,000 by 100. 1% എന്നിട്ട് 4% കാണണം. എന്നിട്ട് കിട്ടുന്നതിൻ്റെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അടുത്തത്, A and B are two fixed points 5 cm apart and C is a point on AB such that AC is 3 cm. If the length of AC is increased by 6%, the length of CB is decreased by. അപ്പോൾ എ ബി ഒരു ലൈനാണ്. ആ ലൈൻ്റെ മൊത്തം ലെങ്ത് 5 സെൻറ്റിമീറ്ററാണ്. സി എ ബിക്ക് എടുക്കുന്ന ഒരു പോയിൻ്റാണ്. അങ്ങനെ സി എടുക്കുമ്പോൾ എ സി ദൂരം 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ബി സി എന്നുള്ളത് 2 സെൻറ്റിമീറ്റർ വരെ ഉള്ളൂ. ക്ലിയർ ആയിട്ട് ബി സി 2 സെൻറ്റിമീറ്റർ. ഈ 3 സെൻറ്റിമീറ്റർ എന്നുള്ള എ സി നീളം നമ്മൾ 6% കൂട്ടുകയാണ്. അപ്പോൾ ബി സി എന്നുള്ള 2 സെൻറ്റിമീറ്റർ എത്ര % കുറയും എന്നാണ് ചോദ്യം. എ ബി ലൈൻ, ആ ലൈനിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ. സി മിഡ് പോയിന്റ് എ സി 3 സെൻറ്റിമീറ്ററാണ്. അപ്പം ബി സി 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. എ സി 6% കൂടിയാൽ ബി സിയിൽ എത്ര % കുറയും? അപ്പോൾ ആൻസറായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് 6%, 7%, 8%, 9%. Let us see what is the answer. Answer is D. That is decrease. Decrease is 9%. We can see what is the calculation. Here the figure is drawn. As A and B are fixed, C is any point on AB, so that if AC increases, then CB decreases or BC decreases. AC 3 cm, BC 2 cm. Then solution can be visualized as, ഇങ്ങനെ കാണാം സൊല്യൂഷനെ. Increase in AC 6%, that is 100 into 3/100, that is 3.18. So decrease in BC or CB 0.18. അതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ ആണ്. ആകെ നീളം 2 ആണ്. അപ്പോൾ 2 എന്നുള്ള 100 ആണെങ്കിൽ 0.18 എത്ര? That is 9%. 9% decrease. Next question. The cost of an article was ₹75. The cost was first increased by 20% and later it was reduced by 20%. Then the present cost of the article is. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ പതിവായിട്ട് നമ്മുടെ CSIR ചോദിക്കുന്ന ചോദ്യമാണ്. The cost of an article is 75. The cost was first increased by 20% and then later it was reduced by 20%. If the percentage cost of the article is rupees A rupees 72, B rupees 60, C rupees 75, D 76. See the answer. Option A. A is 72. You see the answer. Initial cost rupees 75. After 20% increase in the cost
it becomes 75 plus 20% of 75. ഈ 20% ഓഫ് 75 എന്ന് പറഞ്ഞാൽ അത് 50 എന്ന് വരും. 15 75 15, അപ്പോൾ 90 വരും. Now the cost is decreased by 20%. അപ്പോൾ 90 ഇനി 100 ആണെങ്കിൽ അതിൻ്റെ 20% ഡിക്രീസ് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ 80% കാണണം. സോ ഇറ്റ് വിൽ ബിക്കം 90 മൈനസ് 20% ഓഫ് 90. 20% ഓഫ് 19 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 90 മൈനസ് 18 വിച്ച് ഈസ് 72. Next question. The price of the sugar rises by 25%. If a family wants to keep the expenses on sugar the same as earlier, the family will have to decrease the consumption of sugar by. നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്. അതായത് പ്രൈസ് 25% കൂടിയാൽ നമുക്ക് അധിക ചിലവില്ല വരാതിരിക്കാൻ എത്ര പെർസെൻറ്റ് കൺസപ്ഷൻ കുറയ്ക്കണം? നേരത്തെയും ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു നമ്മൾ. ആൻസർ എ 25%, 20%, 60%, 75%. You see the answer. Answer is B. B answer, which is 20%. The question is നോക്കിയേ. The price of sugar rise by 25% if a family wants to keep their expenses on sugar the same as earlier. The family will have to decrease the consumption of sugar by 25%, 20%, 80%, 75%. നമുക്ക് നോക്കാം. Let the initial expenses on sugar was rupees 100. Now price of sugar rises 25%. So to buy the same amount of sugar, they needed to spend or expense 100 plus 25% of 100 is equal to 125. But they want to keep expenses on sugar, so they have to cut 25% expenses to keep it rupees 100. Hence decrease in consumption. ഈ 125 എന്നുള്ളത് 100 ആണെങ്കിൽ 25, ആ 25 കുറയ്ക്കേണ്ടത് എത്രയാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് 20%. അത് ഈ മൈൻഡ് കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. മനക്കണക്കായിട്ട് ചെയ്യാൻ നമുക്ക് 100 25% ഇൻക്രീസ് ആകുമ്പോൾ 125. പിന്നെ അത് എത്ര X% ഡിക്രീസ് ആക്കിയാൽ 100 ആകുന്ന ചോദ്യം. 125 എത്ര % ഡിക്രീസ് ആക്കിയാൽ 100 ആകുമെന്നാണ് ചോദ്യം. 125 100 എങ്കിൽ 25 എത്ര? 20%. മൈൻഡ് കാൽക്കുലേഷൻ, മനക്കണക്കെന്ന് പറയും. Question number 9. Each side of a rectangle field diminished by 40%. By how much percent the area of the field diminished? അപ്പോൾ ഒരു ഫീൽഡിൻ്റെ ഓരോ സൈഡ് 40% കുറയുകയാണ് എങ്കിൽ ഏരിയ എത്ര % കുറഞ്ഞു? 32%, 64%, 25%, 16%. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ഫീൽഡിൻ്റെ ഏരിയ അറിയാമല്ലോ, ലെങ്തിൻ്റെ ബ്രെഡ്ത്ത്. ആ ഫോർമുല വെച്ചിട്ട് ഏരിയ കണക്ക് കൂട്ടാം, ഡിക്രീസ് ഇൻ ഏരിയ കണ്ടുപിടിക്കാം. 20%. ഓപ്ഷൻ ഇവിടെ ബി ആണ്. ബി ഓപ്ഷൻ 64% കിട്ടും ഡിക്രീസ് ഇൻ ഏരിയ. Let the original length of the rectangle be 20 unit and breadth is 10 unit. നമ്മുടെ ഒരു കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ സംഖ്യ വിചാരിക്കാം. എപ്പോഴും സംഖ്യ വിചാരിച്ചാൽ പെട്ടെന്ന് ചെയ്യാം. Then original area length into breadth is equal 20 into 10 is equal 200 square unit. 40% decrease in each side. Then ഓരോ സൈഡും 40% കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് 20യുടെ 40% കാണണം, അതുപോലെ 10ൻ്റെ 40%. 20യുടെ 40% എന്ന് പറഞ്ഞാൽ 20യുടെ 40% എന്ന് പറഞ്ഞാൽ 8 ആണ്. അത് കുറയ്ക്കുമ്പോൾ 12 കിട്ടും ലെങ്ത്. പിന്നെ 10ൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അത് കുറയ്ക്കുമ്പോൾ
6 കിട്ടും. So the new area of the field 12 into 6, that is 72 square root എന്ന് കിട്ടും. Initially we got the answer 200. Now we got the answer 72. So decreasing area is 200 minus 72, 128 square unit. So it's percentage. Decreasing area percentage. അപ്പോൾ അത് ഈ 200 എന്നുള്ള 100 ആണെങ്കിൽ ഈ പുതിയ ഏരിയ 128 എത്ര? ഇറ്റ് ഈസ് 64%. That is the answer. And this is the 10th question or the last question in this class. If the price of a commodity is decreased by 20% and its consumption is increased by 20%, what will be the increase or decrease in expenditure on the commodity? ഇപ്പോൾ ഒരു വസ്തു, if the price of a commodity is decreased by 20%, ഇപ്പോൾ കമ്മോഡിറ്റിയുടെ പ്രൈസ് 20% കുറയുകയാണ്, and its consumption is increased by 20%, അതിൻ്റെ ഉപഭോഗം 20% കൂടുകയാണ്, what will be the increase or decrease in expenditure on commodity? അപ്പോൾ നമ്മുടെ ചിലവ് എത്രയാണ് കൂടിയത് അല്ലെങ്കിൽ എത്രയാണ് കുറഞ്ഞത്, അത് പെർസെൻറ്റേജ് പറയണം. Answer 4% increase, 4% decrease, 8% increase, 8% decrease. Let us see what is the solution. Answer is B, that is 4% decrease. We can see the solution. Let the initial expenditure of the commodity be rupees 100. Hence the price decrease here. Price decreased by 20%. So the current price 100 minus 20% of 100, that is 100 minus 20 equal to 80. Same time, due to decrements in price 20%, decrements in price 20% consumption has been increased. So current expense on commodity 80 plus 20% of 80. 20% of 80 is 16. So 80 plus 16, 96. So 100 is reduced to 96 finally. So it is decreased. Here initial expenditure was rupees 100, which became 96 at the end. It means that there is there is 4% decrement in the expenditure of the commodity. And this is the mind calculation. മനക്കണക്കായിട്ട് ചെയ്യുന്നതാണ്. 100 ആണ് ആദ്യം തന്നിരിക്കുന്നത്, അത് 20% ഡിക്രീസ്, അപ്പോൾ 80 ആയിട്ട് മാറും. Now 20% increase in consumption, so 96. Thus there is a decrement of 4%. 4% കുറവ്. ഓപ്ഷൻ നമ്മൾ പറഞ്ഞ ബി ആണല്ലോ, ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ദി ആൻസർ. With this, our 15th class on general aptitude is over. Thank you.